Hi friends, good morning. Welcome to the channel of Pacemaker Talk. Pacemaker Talkലേക്ക് സ്വാഗതം. പലർക്കുള്ളൊരു ഡൗട്ടാണ് കാഷ്വാലിറ്റിയിൽ ഡോക്ടർ തിരിഞ്ഞു നോക്കുന്നില്ല, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഞാനിതിന് കാരണം പറഞ്ഞു തരാം. ഹോണസ്റ്റ്ലി ഐ ആം ഡിസ്ക്രൈബിങ് ദ തിങ്സ്. നമ്മൾ കാഷ്വാലിറ്റി ചെല്ലുമ്പോൾ നമുക്ക് വല്ല വയറുവേദനയോ അല്ലെങ്കിൽ ചെറിയ വീണ ഒരു സ്ക്രാച്ച് മാർക്കോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ കുറേ പേഷ്യൻസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു കടയിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം വന്നവന് ആദ്യം സാധനങ്ങൾ കൊടുക്കും. അതല്ലേ അതിൻ്റെ രീതി. സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ആദ്യം ബില്ലിങ്ങിലെത്തുന്നവർക്ക് ആദ്യം സാധനങ്ങൾ ബില്ലിങ് ശരിയാക്കും. പക്ഷേ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം വന്നവന് ആദ്യം കൊടുക്കുന്ന രീതിയല്ല കാഷ്വാലിറ്റിയിൽ ഫോളോ ചെയ്യുന്നത്. ട്രയാജ് സിസ്റ്റം, TRIAGE, ട്രയാജ് സിസ്റ്റം എന്നൊരു സിസ്റ്റമാണ് നമ്മുടെ കാഷ്വാലിറ്റിയിലുള്ളത്. ഈ ട്രയാജ് സിസ്റ്റത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്, ട്രയാജ് സിസ്റ്റത്തിൽ നഴ്സ് ഉണ്ട്, ട്രയാജ് സിസ്റ്റത്തിൽ ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്, എക്സ്റേ ടെക്നീഷ്യൻസ് ഉണ്ട്. അങ്ങനെ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഒരു കൂട്ടമാണ് നമ്മൾ ട്രയാജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവർ കോർഡിനേറ്റഡ് ആയിട്ട് പരസ്പര ബന്ധിതമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ട്രയാജ് എന്താണെന്നാണ്. ട്രയാജിൻ്റെ അർത്ഥം സെപ്പറേറ്റ് എന്നാണ്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വിവിധ ആൾക്കാർ വിവിധ പേഷ്യൻസിന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, വേറെ വേറെ ആയിട്ട് വർഗീകരിക്കുക. അവിടെ ഒരിക്കലും ആദ്യം വന്നവന് ആദ്യം വരണം എന്നതല്ല നമ്മുടെ ക്രൈറ്റീരിയ. പിന്നെയോ ഏറ്റവും മാരകമായിട്ടുള്ള അസുഖമുള്ള ആൾക്ക് പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണം. ഏറ്റവും കുറഞ്ഞ ആൾക്ക് കുറച്ച് ഡിലേ ആക്കിയാലും കുഴപ്പമില്ല. സമൂഹത്തിൻ്റെ ഒന്നാകെയുള്ള ബെനിഫിറ്റാണ് മാക്സിമം ഡെത്ത് കുറക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും, കുറച്ച് റിസോഴ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിലേ വരും. സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ ട്രയാജ് കൊണ്ട് പേഴ്സണലി നമുക്ക് എന്താണ് ഒരു ഭാഗ്യമാണ്. കുറേ കേസ് ഇല്ലാത്തൊരു ദിവസം നമ്മൾ കാഷ്വാലിറ്റിയിൽ എത്തിയാൽ പെട്ടെന്ന് നോക്കും. കുറേ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ആവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ മാത്രമല്ല ഈ ട്രയാജ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ട്രയാജ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മേ ബി ഇൻ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തമുഖത്ത്, അതായത് ഭൂകമ്പം, വെള്ളപ്പൊക്കം, നമ്മുടെ വയനാട്ടിലുണ്ടായ പോലെ എന്താ പറയുക, ലാൻഡ് സ്ലൈഡിങ് എന്ന് പറയുമ്പോൾ ഭൂമി ഒന്നിച്ച് വരുന്ന സംഭവം, അത് ഉരുൾപൊട്ടൽ. അതുപോലെ എല്ലാ സംഭവ സ്ഥലത്തും ഇമാതിരി ട്രയാൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ബാറ്റിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്തും കുറേ ഇഞ്ചുറീസ് ഉണ്ടാവും അല്ലേ, അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയാജ് സിസ്റ്റം വർക്ക് ചെയ്യും. കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ എന്താ ഇവർ ചെയ്യുകയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ ലുക്ക് വാട്ട് ഹാപ്പൻസ്, എന്തത് സംഭവം എന്ന് ആദ്യമായിട്ട് നോക്കും. വിൽ ദ പേഷ്യൻസ് ഡൈസ്, അത് പേഷ്യൻറ്റ് മരിക്കാൻ പോവുകയാണോ വിചാരിച്ചു. അങ്ങനത്തെ പേഷ്യൻസിനാണ് പ്രയോറിറ്റി 1 മുൻഗണന 1 കൊടുക്കുന്നത്. അത് മേ ബി ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം, അതായത് ഹാർട്ട് നിന്ന് പോയതായിരിക്കാം, അല്ലെങ്കിൽ ശ്വാസം കിട്ടുന്നുണ്ടാവില്ല. അങ്ങനത്തെ ശ്വാസം ഒന്നും കിട്ടാത്ത കേസിന് പ്രയോറിറ്റി 1. അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടപെടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ വൈറ്റൽസ് ഒക്കെ നോക്കും. അപ്പോൾ എല്ലാം അറസ്റ്റിലാണെങ്കിൽ നമ്മൾ CPR എന്ന് പറയും, ചെസ്റ്റ് കംപ്രഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് പേഷ്യൻസിന് പഴയ രൂപത്തിലാക്കാൻ പറ്റുമോ നോക്കേണ്ടത് ഇത്തരം കേസുകൾക്കാണ് പ്രയോറിറ്റി 1. എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് ശ്വാസം കിട്ടാത്ത പേഷ്യൻസിന്. അവരുടെ എയർവേ എന്ന് പറഞ്ഞാൽ ശ്വസനം, ബ്രീത്തിങ്, ഓക്കെ, അതും ശ്വസനം തന്നെ. പിന്നെ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ രക്തം ഓടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പർ ആക്കിയിട്ട് അടുത്തുള്ള ചെറിയൊരു മുറിവായിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്ന പേഷ്യൻസിനെ എത്ര നേരത്തെ വന്നാലും കാഷ്വാലിറ്റിയിൽ കൺസിഡർ ചെയ്യുള്ളൂ. എന്നതിനൊക്കെ പുറമേ ആയിട്ട് നമുക്ക് റിസോഴ്സ് എന്തൊക്കെയുണ്ടെന്ന് കൂടി അവർ കൺസിഡർ ചെയ്യുക. ഒരു പേഷ്യൻസിന് കുറേ പ്രോബ്ലം ഉണ്ട്, നമ്മുടെ അടുത്ത് മരുന്നൊന്നുമില്ല, പിന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് വെറുതെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അവനെ നമ്മൾ ബ്ലാക്ക് കളറിലാണ് ഉൾപ്പെടുത്തുക, അതായത് എ പേഷ്യൻറ്റ് ഗോയിങ് ടു ഡൈ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനെ. ഞാൻ പറഞ്ഞല്ലോ, അർജൻറ്റായിട്ട് ഇടപെടേണ്ട പേഷ്യൻസിനെ നമ്മൾ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. അതായത് റെഡ് കളറുടെ ഒരു സോൺ ഉണ്ട്, ഒരു ഏരിയ ഉണ്ട് കാഷ്വാലിറ്റിയിൽ, അവിടെ റെഡ് കളറായിരിക്കും, അവിടെ തന്നെ ഉൾപ്പെടുത്താം. പിന്നെ കുറച്ച് ആയിട്ടുള്ള പേഷ്യൻസിനെ, അത്രയ്ക്ക് അർജൻറ്റ് ഇല്ലാത്ത പേഷ്യൻസിനെ നമ്മൾ യെല്ലോ കളറിൽ ഉൾപ്പെടുത്തും. പിന്നെ നമ്മൾ ഗ്രീൻ കളറുണ്ട്, പിന്നെ നമുക്ക് ബ്ലാക്ക് കളറുണ്ട്. റെഡ് കളർ എമർജൻസിയാണ്, എന്നാൽ യെല്ലോ കളർ അർജൻ്റ് ആണ്. അതുപോലെ ഗ്രീൻ കളർ അത്രയ്ക്ക് അർജൻ്റ് ഒന്നുമില്ല, വയറുവേദന, അത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇടപെട്ടാൽ മതി ഗ്രീൻ കളർ. എന്നാൽ ബ്ലാക്ക് കളറിൽ ഡെത്താണ്, മരിച്ച പേഷ്യൻസിനെയാണ് നമ്മൾ ബ്ലാക്ക് കളറിൽ ഉൾപ്പെടുത്തുന്നത്. അത് സോണാണ്. കാഷ്വാലിറ്റിയിൽ കാണുന്ന ഡിഫറെൻറ്റ് എന്താ പറയുക ഏരിയകളാണ്, റെഡ്, യെല്ലോ, പിന്നെ ഗ്രീന് ആൻഡ് ബ്ലാക്കിൽ ഡെഡ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചാണ്.
റെഡിൽ ഉൾപ്പെടുത്തുന്ന ഒന്ന് കാർഡിയാക് അറസ്റ്റ്, ഹൃദയം നിന്നവർ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്വസനം നിന്ന ആൾക്കാർ. ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, യൂറിൻ ടെസ്റ്റ് ചെയ്യും. ഇത് ജനറൽ ആണ്, ഇത് റെഡ് കാറ്റഗറിയിലേക്കുള്ള ആൾക്കാരല്ല. അതുപോലെ തന്നെ നമ്മൾ എക്സ്റേ, MRI, CT അതൊക്കെ എടുക്കും. IV ഫ്ലൂയിഡ് ഇടും. IV ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ഇടുന്ന കാര്യം. അതുപോലെ ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കും. പിന്നെ ഡോക്ടേഴ്സ് വന്നിട്ട് അന്ന് പരിശോധിച്ച് നോക്കും. കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യും. ചിലപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുള്ള ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഡോക്ടർ വരേണ്ടി വരും. എന്നതിനൊക്കെ പുറമേ ആയിട്ട് നമുക്ക് ചെറുതായിട്ടുള്ള സെഡേഷൻ, ഒരു മയക്കം കൊടുക്കേണ്ടി വരും. സെഡേഷനോ അല്ലെങ്കിൽ വേദന കുറക്കുന്ന പെയിൻ കില്ലേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. യെല്ലോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരെ പറയാം. യെല്ലോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് ഒന്ന് നെഞ്ഞുവേദനയാണ്, ചെസ്റ്റ് പെയിൻ. ചിലപ്പോൾ ആ ചെസ്റ്റ് പെയിന് ഹൃദയം നിന്നിട്ടില്ല, പക്ഷെ വേദനയുണ്ട്. ഇതിനർത്ഥം ഇത് കുറഞ്ഞതാണെന്നൊന്നുമല്ല, ഇത് അർജൻറ്റാണ്. മറ്റേത് ഇമ്മീഡിയറ്റ് ആണ്. ഓക്കെ, കാരണം ഈ ഹൃദയം നിന്നോ ശ്വസനം നിന്നോ പേഷ്യൻസിനെ നമ്മൾ വിട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ചെസ്റ്റ് പെയിൻ ഉള്ള ആളെടുത്തേക്ക് ചെന്നാൽ എന്താ കുഴപ്പം പറ്റുകയെന്ന് വെച്ചാൽ, ഈ മറ്റേ ആൾ മരിക്കും. ആദ്യം വന്നവരല്ല, ഏറ്റവും മാരകമായിട്ടുള്ള അസുഖം ആർക്കാണോ ഉള്ളത് അതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മാക്സിമം ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഓക്കെ, രണ്ടാമത് ഷോർട്ട് ഓഫ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ശ്വസനം തിങ്ങിയിട്ട് വരിക, ശ്വാസം നിന്നിട്ടില്ല പക്ഷെ ശ്വാസം മുട്ടൽ. അപ്പോൾ നെഞ്ഞുവേദനയും ശ്വാസം മുട്ടലാണ് യെല്ലോ കാറ്റഗറിയിൽ, യെല്ലോ സോണിൽ ഉൾപ്പെടുന്നത്. പോരാത്തതിന് ഗ്രീൻ സോണിൽ ഉൾപ്പെടുന്ന ഒരു അസുഖം ഞാൻ പറഞ്ഞുതരാം, വയറുവേദന, അബ്ഡോമിനൽ പെയിൻ. അത് വേണമെങ്കിൽ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അത്യാവശ്യത്തിനുള്ള മരുന്ന്, വേദന കുറക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് കുറച്ച് നേരം പേഷ്യൻസിനെ അവിടെ വെയിറ്റ് ചെയ്താലും, മറ്റ് പേഷ്യൻസ് ഉണ്ടാവുമ്പോൾ ഈ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ വേറൊരു കാറ്റഗറി ഉണ്ട്, ബ്ലൂ കാറ്റഗറി എന്നാണ് പറയുന്നത്. അത് സാധാരണ UTI, അതായത് മൂത്രപ്പൊഴുപ്പ്, അതുപോലെ എന്താ പറയുക, ചെറിയൊരു സ്ക്രാച്ച് മാർക്കോ അല്ലെങ്കിൽ ആങ്കിൾ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നെരിയാണിക്കൊരു ഇഞ്ചുറിയോ ഒക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് ബ്ലൂ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അത് വേറൊരു കാറ്റഗറിയാണ്. പിന്നെ നമുക്ക് ബ്ലാക്ക് കാറ്റഗറി ഉണ്ട്, അവിടെ ഡെത്ത് ആയ പേഷ്യൻ്റാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഡെഡ് ആയ പേഷ്യൻസിനെ നമ്മൾ ബ്ലാക്ക് കാറ്റഗറിയിലും ഉൾപ്പെടുത്തും. ഇങ്ങനെ കാറ്റഗറി ആയിട്ട് തിരിച്ച് പ്രയോറിറ്റി നോക്കിയിട്ടാണ് കാഷ്വാലിറ്റിയിൽ പേഷ്യൻസിനെ നോക്കുന്നത്. ഓക്കെ, അല്ലാതെ എന്തല്ല ആദ്യം വന്ന പേഷ്യൻസിനെ ആദ്യം എന്നുള്ള രീതിയിലല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കാര്യങ്ങളിൽ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ അനാസ്ഥ മൂലം ചികിത്സ നഷ്ടപ്പെട്ട് വരുന്ന പേഷ്യൻസും ഉണ്ട്. അതൊരു സത്യമാണ്. അത് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതാണ് അതിലേക്ക് പറയാനുള്ളത്. ഹെൽത്ത് വർക്കേഴ്സിൻ്റെ അനാസ്ഥ മൂലം ചികിത്സ നഷ്ടപ്പെട്ട് മരിക്കുന്ന പേഷ്യൻസും ഉണ്ടാവാം. അത് വേറൊരു കാറ്റഗറിയാണ്. എന്ന് കരുതി എല്ലാവരും ഇങ്ങനെ ബ്ലെയിം ചെയ്യപ്പെടേണ്ട ആൾക്കാരല്ല എന്ന് ചുരുക്കം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതിനൊക്കെ പുറമേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക. എന്നും വീഡിയോസ് ഇടും, അതെല്ലാം എല്ലാവരും കേൾക്കുക. എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ ഇടുന്നത്. താങ്ക് യു ആൻഡ് ബൈ.